പ്രിയപ്പെട്ടവരെ, ഞാൻ ഷുക്കൂർ തരുവണ. മുൻ IAS ഓഫീസർ കണ്ണൻ ഗോപിനാഥ് പറഞ്ഞതുപോലെ വളരെ വൃത്തിഹീനമായ സ്ഥലങ്ങളിലാണ് രോഗാണുക്കൾ വളരെ വേഗത്തിൽ വളരുന്നതും രോഗം പടർന്നു പന്തലിക്കുന്നതും എന്നതുപോലെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉന്നതിയില്ലാത്ത സ്ഥലങ്ങളിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയും ഉയർച്ചയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ശരിയാണ് എന്നാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം ഞാൻ സഞ്ചരിച്ചപ്പോൾ ഇന്ത്യയുടെ ആ മഹോന്നതമായ കാഴ്ചപ്പാടുകളൊന്നും അറിയാത്ത പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത ജനവിഭാഗങ്ങൾക്കിടയിലാണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ വേരുകൾ ആയത്തിലിറക്കിക്കൊണ്ട് ഇന്ത്യയിലെ ഈ ബഹുസ്വരതയും മതസൗഹാർദ്ദവും ജനാധിപത്യവും അതിന്റെ മൂല്യവുമൊന്നും തിരിച്ചറിയാത്ത ദൈനംദിന ജീവിതങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾക്കിടയിൽ മതബോധം കുത്തിവെച്ച് ജനങ്ങളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി, വിഭാഗീയത ഉണ്ടാക്കി, മറ്റു മതവിഭാഗങ്ങളെ പരസ്പരം കൊല്ലുന്നതിനും ആക്രമിക്കുന്നതിനും മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് അവർക്കിടയിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ വളർത്തി ഈ ജനവിഭാഗത്തിന്റെ വോട്ടുകൾ വാങ്ങി ഈ ജനവിഭാഗത്തെ തെറ്റായ മാർഗത്തിലൂടെ വഴിനടത്തിയാണ് അധികാരത്തിലെത്തുന്നത്. കണ്ണൻ ഗോപിനാഥ് എന്ന് പറയുന്ന മുൻ IAS ഓഫീസർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് എന്റെ യാത്രകളിൽ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ഈ കൂറകൾ എന്ന് പറയുന്ന പാറ്റകൾ എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് രൂപാന്തരപ്പെട്ട ഈ സംഘടന ഇന്ന് യുവജന പ്രസ്ഥാനങ്ങളുടെ യുവജന ബാഹുല്യം കൊണ്ട് തന്നെ വലിയ പ്രക്ഷോഭമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ നവോത്ഥാന സിനിമ മേഖലകളിലുള്ളവരൊക്കെ ഈ പ്രശ്നത്തെ ഗൗരവപരമായി അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്നും ഈ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഈ ഭാരതത്തിലെ വിദ്യാർത്ഥിനി സമൂഹത്തിന്റെ പരാതികൾ അല്ലെങ്കിൽ അവരുടെ ആവലാതികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവനകളുമായി ഇറങ്ങുമ്പോൾ അവരെ സോഷ്യൽ മീഡിയകളിൽ നിരന്തരം ആക്രമിക്കുന്ന, ക്രൂരമായ രൂപത്തിൽ അവഹേളിക്കുന്ന, അവരെ നിന്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ക്രിസംഗികളുടെ ഭാഗത്തു നിന്നും സംഘികളുടെ ഭാഗത്തു നിന്നും തീവ്ര ദേശീയവാദികൾ എന്ന് പറയുന്ന കപട മുഖമണിഞ്ഞ കപട ദേശീയവാദികളായ ഹിന്ദുത്വ സംഘടനകളുടെ വാക്താക്കളിൽ നിന്നും ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് തികച്ചും അപലനീയമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇന്ത്യയിലെ ഈ ജൻസികൾ നടത്തുന്ന ഈ സമരത്തിൽ നിങ്ങളുടെ ഐക്യദാർഢ്യവും പിന്തുണയും ഒക്കെ ഉണ്ടാവണം, മാനസികമായെങ്കിലും അവർക്കുണ്ടാകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വളരെ സ്വാധീനമുള്ള നസറുദ്ദീൻ ഷാ, പ്രകാശ് രാജ്, ടോവിനോ തോമസ്, ഗൗരി കിഷോർ, കണ്ണൻ ഗോപിനാഥ് മുൻ IAS ഓഫീസർ, ചന്തു സലീം കുമാർ, ആസിഫ് അലി, ജോജു ജോർജ്, രഞ്ജിത ഹരിദാസ്, വിസ്മയ മോഹൻലാൽ തുടങ്ങിയ കേരളത്തിലെയും ഇന്ത്യയിലെയും അറിയപ്പെടുന്ന ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്ററുകൾ ഇട്ടപ്പോൾ അവരെ വളരെ മോശമാക്കുന്ന, നിന്ദ്യമാക്കുന്ന രൂപത്തിലുള്ള മറുപടികളും കമന്റുകളുമാണ് ഈ പോസ്റ്ററുകളുടെ നീളം ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ പാരമ്പര്യം, ഇന്ത്യയിലെ പൈതൃകം അത് ലോക സമൂഹത്തിന് മുമ്പിൽ നിലനിർത്തണമെന്ന ആഗ്രഹമില്ലാത്ത സംഘികളാണ് ഇവരെ അവഹേളിക്കുന്നതിന്റെ പിന്നിൽ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യയിലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർമാരെയും മറ്റ് സംവിധാനങ്ങളെയും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവേശന പരീക്ഷയായ നീറ്റ് എക്സാം വളരെ സുതാര്യമായി, കെടുകാര്യസ്ഥതയില്ലാതെ വ്യവസ്ഥാപിതമായി നടക്കണമെന്നും കഴിഞ്ഞ കാലങ്ങളിൽ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റനേകം പ്രശ്നങ്ങളൊക്കെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭരണകർത്താക്കളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായ വലിയ തരത്തിലുള്ള പോരായ്മകളാണ് കാരണമെന്നും ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ആഴ്ചകളായി ജന്തർ മന്ദറിൽ നിരാഹാരങ്ങളും പ്രകടനങ്ങളും പാർലമെന്റ് മാർച്ചുകളും മറ്റു തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും തീക്ഷ്ണമായ സമരമുറകളുമായി CJPയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലുള്ള ഒരുപറ്റം വലിയ വിദ്യാർത്ഥിനി സമൂഹവും ജൻസി സമൂഹവും വലിയ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നതോടൊപ്പം തന്നെ ആ സമരത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഭീകരമായ അക്രമങ്ങൾ അയച്ചുവിട്ടുകൊണ്ട്
ഭരണ സംവിധാനത്തിന്റെ പോലീസിനെയൊക്കെ ഭീകരമായി ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള മർദ്ദന ഉപാധിയാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ സമരം ന്യായമാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കണം, അത് ഗൗരവത്തിലെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വലിച്ചേച്ച് മുഖത്ത് പോലും അപകടങ്ങൾ ഉണ്ടാക്കി ഭീകരമായ മർദ്ദനങ്ങൾ അയച്ചുവിട്ട് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നുള്ള ആ ചൊല്ല് അർത്ഥവത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.